നേട്ടമായി. കോട്ടയം മഴയിൽ ഉത്പാദനം കുറഞ്ഞതോടെ റബ്ബറിനും കുരുമുളകിനും വില കുതിക്കുന്നു. RSS 4 ഗ്രേഡ് റബ്ബർ വില 203 രൂപയിലെത്തി. ലാറ്റക്സ് വിലയും വർദ്ധിച്ചു. മഴ തോരാത്തതിനാൽ ടാപ്പിംഗ് ഭാഗികമാണ്. ഷീറ്റ് വരവ് കുറഞ്ഞതോടെ ടയർ കമ്പനികൾ കളത്തിലിറങ്ങി. ഇതോടെയാണ് വില ഉയർന്നത്. മഴമറ വെച്ചവർക്കു പോലും തുടർച്ചയായി ടാപ്പിംഗ് നടത്താനായില്ല. ഒട്ടുപാലിനും ലാറ്റക്സിനും വില വർദ്ധിക്കുന്നതിന് ആനുപാതികമായി ഷീറ്റ് വില ഉയരുന്നില്ല. ലാറ്റക്സിന് 192 രൂപയും ഒട്ടുപാലിന് 125 രൂപയും ലഭിക്കുന്നുണ്ട്. ഷീറ്റടിക്കുന്നതിന്റെ ബുദ്ധിമുട്ടും അധിക ചെലവുമില്ലാത്തതിനാൽ കർഷകർ ലാറ്റക്സിലേക്കു മാറുകയാണ്. ഷീറ്റ് റബ്ബർ ഉത്പാദിപ്പിച്ചിരുന്ന വൻകിട തോട്ടങ്ങളും ലാറ്റക്സിലേക്കും ഒട്ടുപാലിലേക്കും തിരിഞ്ഞു. സ്വാഭാവിക റബ്ബറിന്റെ ഉത്പാദനം കുറയുന്നതോടെ കമ്പനികൾ ഇറക്കുമതി ആവശ്യപ്പെട്ടേക്കും. ഉത്പാദന കുറവ് പരിഹരിക്കാൻ റബ്ബർ ബോർഡിന്റെ അടിയന്തര ഇടപെടലുണ്ടാകണമെന്ന് കർഷക സംഘടനകൾ ആവശ്യപ്പെടുന്നു. രാജ്യാന്തര വില. ബാങ്കോക്കിൽ RSS 4 193 രൂപ. ചൈന 168 രൂപ. ടോക്കിയോ 183 രൂപ. കുരുമുളകിന് കിലോയ്ക്ക് 6 രൂപ കൂടി. കഴിഞ്ഞ വാരം കുരുമുളക് വില കിലോക്ക് 6 രൂപ ഉയർന്നു. ഉത്തരേന്ത്യൻ കച്ചവടക്കാർ ഹൈറേഞ്ച് കുരുമുളകിനോട് താത്പര്യം കാട്ടിയതാണ് വില ഉയരാൻ കാരണം. ദീപാവലി വരെ ഉയർന്ന വില തുടർന്നേക്കും. കൂടുതൽ ചരക്ക് സ്റ്റോക്ക് ചെയ്യാൻ ഉത്തരേന്ത്യൻ വ്യാപാരികൾ താത്പര്യം കാട്ടുന്നതും അനുകൂലമാണ്. കർഷകർ വില ഇനിയും ഉയരുമെന്ന പ്രതീക്ഷയിൽ ചരക്ക് വിൽക്കുന്നില്ല. കയറ്റുമതി നിരക്ക് ഒരു ടണ്ണിന് ഇന്ത്യ -$8,100, ശ്രീലങ്ക -$7,000, വിയറ്റ്നാം -$6,100, ബ്രസീൽ $5,800, ഇന്തോനേഷ്യ $6,700.